LBSന് കോളേജ് സെലക്ഷന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് എപ്പോഴാണ് നമുക്ക് LBS ആപ്ലിക്കേഷനിൽ കോളേജ് സെലക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ LBS ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് അതിന്റെ ഡേറ്റിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ LBS സെന്റർ ഒരു ഡേറ്റ് പറയും. ഈ ഡേറ്റ് ഇന്ന ഡേറ്റിനകം നമ്മൾ ഇത്രയും എന്തെങ്കിലും എഡിറ്റിംഗോ അല്ലെങ്കിൽ തെറ്റ് കാര്യങ്ങളും ചേഞ്ച് ചെയ്യണമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ LBS നമുക്ക് തരുന്നതാണ്. LBSന് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് LBSന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ LBS സെന്റർ എന്നുള്ള സൈറ്റിൽ കയറിയിട്ട്, വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാം, ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ LBSന്റെ എന്തെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. കാരണം നിങ്ങൾ ചെക്ക് ചെയ്താലേ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എഡിറ്റിങ്ങിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അവർ ഡേറ്റ് ഫിക്സ് ചെയ്യും, ആ ഒരു കറക്റ്റ് ഡേറ്റിനകം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇനി എന്തെങ്കിലും എക്സ്ട്രാ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കോളേജ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരിക്കലും കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട്, അതായത് നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID ആയിരിക്കണം, നമ്മുടെ സ്റ്റുഡന്റിന്റെ സ്വന്തം ഇമെയിൽ ID ആയിരിക്കണം. അതുപോലെ തന്നെ ഫോൺ നമ്പർ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിലവിലുള്ള ഫോൺ നമ്പറും ആയിരിക്കണം നമ്മൾ കൊടുത്തിരിക്കേണ്ടത്. ഈ ഫോൺ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID നമുക്ക് LBSന് അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും ഫോൺ നമ്പറും വേണം കൊടുക്കാൻ. പിന്നെ കോളേജ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം എഡിറ്റിംഗ് വരും. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റുഡൻസിന്റെ ഇൻഡെക്സ് സ്കോർ എത്രയാണോ ഈ ഇൻഡെക്സ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രിപ്പയർ ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് കോളേജ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ കോളേജ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ, അതായത് ഈ ഒരു കുറച്ച് സമയമാകുമ്പോഴേക്കും LBS എന്ത് ചെയ്യും, നമ്മുടെ കേരളത്തിൽ വരുന്ന എല്ലാ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോളേജസും, അതായത് ഇപ്പോൾ പ്രൈവറ്റ് ആവട്ടെ, എയ്ഡഡ് ആവട്ടെ, ഗവൺമെന്റ് ആവട്ടെ, എല്ലാ കോളേജസും എന്ത് ചെയ്യും, നമ്മുടെ LBS സെന്റർ പോയിട്ട് അതിന്റെ അഫിലിയേഷനും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അഫിലിയേഷനുള്ള, അതായത് അവരുടെ എന്തൊക്കെയോ റിക്വയർമെന്റ് അവർക്ക് വേണോ ആ റിക്വയർമെന്റ് ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സെന്റേഴ്സിന് അവരെന്ത് ചെയ്യും, അവർ ഈ LBSന്റെ കോളേജ് ലിസ്റ്റിൽ ചേർത്തുകൊണ്ടിരിക്കും. LBSന്റെ ലിസ്റ്റിൽ വരുന്ന കോളേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അഫിലിയേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാം അഫിലിയേഷനുള്ള കോളേജസ് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ അലോട്ട്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കോളേജസും കൂടെ അഫിലിയേഷൻ കൊടുക്കാത്തുണ്ടെങ്കിൽ LBS ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ആ കോളേജസിനും അഫിലിയേഷൻ കൊടുത്തിട്ട് ഈ റാങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ കോളേജ് ലിസ്റ്റിന്റെ കൂടെ ചേർക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ കോളേജിലോട്ടും അപ്ലൈ ചെയ്തിടാം. അപ്പോൾ നേരത്തെ തന്നെ എന്ത് വരുന്നില്ല, നേരത്തെ തന്നെ കോളേജ് സെലക്ഷന്റെ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അതായത് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും റാങ്ക് ലിസ്റ്റും വന്ന് ഫസ്റ്റ് ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് വരും. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോളേജ് സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, അതായത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റിലാണോ കിട്ടാൻ ചാൻസ് ഉള്ളത്, അതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റ്, അങ്ങനെ ഈ OBC അങ്ങനത്തെ വിഭാഗങ്ങളുണ്ട്. അപ്പൊ വിഭാഗം അങ്ങനത്തെ രീതിക്കാണോ നമുക്ക് കിട്ടുക എന്ന് നമുക്ക് അതുവഴി നോക്കാൻ പറ്റും.